തിരുവനന്തപുരത്ത് നെടുമങ്ങാട് ടൂറിസ്റ്റ് ബസ് തലകീഴായി മറിഞ്ഞു. അപകടത്തിൽ നിരവധി യാത്രക്കാർക്ക് പരിക്ക്. അനു തുടരുന്നുണ്ട്. അനു, ഇതെപ്പോഴായിരുന്നു സംഭവം? ഈ ബസ്സിനുള്ളിൽ ഈ എത്ര പേരുണ്ടായിരുന്നു? അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം എന്താണ്? സേതുലക്ഷ്മി, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചയത്ത് ഒരു ടൂറിസ്റ്റ് ബസ് തലകീഴായി മറിഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു വളവിൽ ബ്രേക്ക് ചെയ്യാതെ തിരിക്കുന്നതിനിടയിൽ മറിഞ്ഞു എന്നാണ് നമുക്ക് അവിടുത്തെ പ്രദേശവാസികളെ വിളിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 47 സീറ്റുള്ള ടൂറിസ്റ്റ് ബസ്സാണ് മറിഞ്ഞിട്ടുള്ളത്. എന്നാൽ നിരവധി പേർക്ക്, ഏകദേശം 40-ലധികം പേർക്ക് തന്നെ പരിക്കുകളുണ്ട്. പക്ഷേ ഈ പരിക്കുകൾ അങ്ങനെ ഗുരുതരമല്ല. അതായത് നമുക്ക് ഏതെങ്കിലും ഭയപ്പെടേണ്ടുന്ന രീതിയിലുള്ള പരിക്കുകൾ യാത്രക്കാർക്കില്ല. പക്ഷെ അതേസമയം ഒട്ടുമിക്ക എല്ലാ ആളുകൾക്കും ഈ ബസ് തലകീഴായി മറിഞ്ഞതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലുള്ള പരിക്ക് എല്ലാവർക്കും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നുള്ള ഒരു ശുഭകരമായ വാർത്ത അവിടുന്ന് പറയുന്നുണ്ട്. പക്ഷേ ഏതായിരുന്നാലും ഫയർഫോഴ്സ്, അതുകൂടാതെ നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. രക്ഷാപ്രവർത്തനം അവിടെ ഇപ്പോഴും തുടരുകയാണോ? ബസ് തലകീഴായി മറിഞ്ഞു. ഈ ബസ് നേരെയാക്കിയിട്ടുണ്ടോ? അല്പസമയം മുമ്പാണ് ഈ അപകടം നടന്നിരിക്കുന്നത്. അവിടേക്ക് നാട്ടുകാരും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അവിടെ ഇപ്പോഴും ഈ പറയുന്ന രക്ഷാദൗത്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 40-ലധികം പേർക്ക് പരിക്കേറ്റു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിക്കേറ്റവരിൽ ചിലരെ നെടുമങ്ങാട് താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്ക് ആരുടെയും അങ്ങനെ ഒരു ഗുരുതരമായ അവസ്ഥയിലേക്ക് ഇല്ല എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റു വിവരങ്ങൾ നമുക്ക് അല്പസമയത്തിനകം നൽകാൻ കഴിയും. ഏതായാലും തിരുവനന്തപുരം നെടുമങ്ങാട് ഇരിഞ്ചയത്താണ് ഇങ്ങനെ 47 സീറ്റുള്ള ഒരു ടൂറിസ്റ്റ് ബസ് മറിഞ്ഞിരിക്കുന്നത്. ശരി അനു, വ്യക്തമാണ്.